ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 5th വീക്ക് വിഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രിയുള്ള ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ഞായറാഴ്ച രാവിലെ 8 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 15 പേരാണ് എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ മത്സരമാണ് ഓരോ മണിക്കൂർ ഇടവിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പല അട്ടിമറികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്യുന്നതും കൂടി വീഡിയോ ഡേറ്റിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂർ കൃത്യമായ വോട്ടിംഗ് വരങ്ങൾ ബിഗ് ബോസ് ബന്ധപ്പെട്ട ന്യൂസ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാവിലെ 8 മണി വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അനുമോളാണുള്ളത്. 5345 എന്ന കൂറ്റൻ വോട്ടാണ് തുടക്കം തന്നെ നേടാൻ അനുമോളിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വോട്ടിങ്ങിൻ്റെ തുടക്കം തന്നെ ഒന്നാം പൊസിഷനിൽ തന്നെ തുടരാൻ അനുമോളെ കൊണ്ട് ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ്. രണ്ടാം പൊസിഷനിൽ ഷാനവാസ് ആണുള്ളത്. അനുമോളുമായിട്ട് ചെറിയ രീതിയിലുള്ളൊരു വോട്ടിംഗ് വ്യത്യാസമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടെ അനുമോളുടെ തൊട്ടു പിന്നിലായിട്ട് രണ്ടാം പൊസിഷനിലാണ് ഇപ്പോൾ ഷാനവാസ് ഉള്ളത്. മൂന്നാം പൊസിഷനിൽ ഇപ്പോൾ നൂറയാണുള്ളത്. നൂറ നല്ല രീതിയിലുള്ളൊരു ഫൈറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാനവാസുമായിട്ട് ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. ഇപ്പോൾ 3800 വോട്ട് നേടി മൂന്നാം പൊസിഷനാണുള്ളത്. നാലാം പൊസിഷനിൽ അനീഷാണുള്ളത്. അനീഷ് നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് തുടക്കത്തിൽ തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ 3689 വോട്ട് നേടി നാലാം പൊസിഷനിലാണ് ഉള്ളത്. അഞ്ചാം പൊസിഷനിൽ നമ്മുടെ ജിസേലാണുള്ളത്. ജിസേലും നല്ല രീതിയിലുള്ള വോട്ടിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനീഷുമായിട്ട് ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിംഗ് വ്യത്യാസത്തിൽ മാത്രമാണ് അഞ്ചാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. ആറാം പൊസിഷനിൽ നമ്മുടെ ആദിലയാണുള്ളത്. ആദില തുടക്കത്തിൽ തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വോട്ടിംഗ് പ്രകടനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 3600 വോട്ട് നേടി ആറാം പൊസിഷനിൽ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഏഴാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് ഉള്ളത്. ബിന്നി സെബാസ്റ്റ്യന് തരക്കേടില്ലാത്തൊരു വോട്ടിംഗ് പ്രകടനം ഇപ്പം കണ്ടുവരുന്നുണ്ട്. 3578 വോട്ട് നേടി ഏഴാം പൊസിഷനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. എട്ടാം പൊസിഷനിൽ ഏവരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് അപ്പാനി ശരത്താണുള്ളത്. 3400 വോട്ട് നേടിയിട്ടാണ് അപ്പാനി ശരത്ത് തൻ്റെ എട്ടാം പൊസിഷനിൽ സുരക്ഷിതമായി നിലകൊള്ളുന്നത്. ഒമ്പതാം പൊസിഷനിൽ അഭിലാഷാണ് തുടരുന്നത്. അഭിലാഷ് നല്ല രീതിയിലൊരു വോട്ടിംഗ് പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ 3389 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ഇപ്പോൾ ഒമ്പതാം പൊസിഷനിലാണ് നിലനിൽക്കുന്നത്. പത്താം പൊസിഷനിൽ അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ വളരെ രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വോട്ടിങ്ങിന് തുടക്കം തന്നെ വളരെ മോശം പ്രകടനം നടത്തി 10ാം പൊസിഷനാണുള്ളത്. ഇപ്പോൾ 3300 വോട്ടിൻ്റെ ബലത്തിൽ 10ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ്. 11ാം പൊസിഷനിൽ റെന ഫാത്തിമയാണുള്ളത്. 3204 വോട്ടാണ് വോട്ടിങ്ങിന് തുടക്കത്തിൽ നേടിയിരിക്കുന്നത്. ഒരു ഡേഞ്ചർ പൊസിഷൻ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. ഇപ്പോൾ 11ാം പൊസിഷനാണുള്ളത്. 12ാം പൊസിഷനിൽ രേണുസുതിയാണ് ഉള്ളത്. സാധാരണ രേണുസുതി നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇത്തവണ ഇത്രയും 15 പേരുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ 3199 വോട്ട് നേടി 12ാം പൊസിഷനാണ് ഉള്ളത്. 13ാം പൊസിഷനിൽ ആര്യൻ ഖത്തറിയാണുള്ളത്. ആര്യൻ കഴിഞ്ഞ തവണത്തെ എവിക്ഷനിൽ ലാസ്റ്റ് പൊസിഷനിൽ വന്നിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇത്തവണ 13ാം പൊസിഷനിലാണുള്ളത്. 3008 വോട്ട് നേടിയാണ് 13ാം പൊസിഷനിലുള്ളത്. 14ാം പൊസിഷനിൽ ഒനിയൽ സാബു ആണുള്ളത്. ഒനിയൽ സാബു ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ്. കാരണം 3 പേരൊക്കെ ആയിരിക്കും ഇത്തവണ പുറത്തു പോകുന്നത്. എന്തായാലും ഇപ്പോൾ 2989 വോട്ട് നേടി 14ാം പൊസിഷനാണുള്ളത്. 15ാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണുള്ളത്. ഏറ്റവും ലാസ്റ്റ് പൊസിഷനായ 15ാം പൊസിഷൻ. അതോടൊപ്പം ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ശൈത്യ. ഇപ്പോൾ 2907 വോട്ട് നേടി